പ്രിയപ്പെട്ടവരെ, മുസ്ലിം മതപണ്ഡിതരാണ് ഗാളിമാർ. ഒരു ജില്ലയിലെ ഏറ്റവും സുപ്രീം പവർ എന്നൊക്കെ പറയാം. ഗാളിമാർ മതവിധി പ്രഖ്യാപിക്കണമെന്നാണ് KT ജലീൽ പറയുന്നത്. ഒരുപക്ഷെ സമകാലീന ചരിത്രത്തിൽ ജനാധിപത്യ രീതിയിൽ വിജയിച്ചു വന്നൊരു നേതാവ് ആദ്യമായിട്ടാണ് മത നേതാക്കളോട് ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുന്നത്. സ്വർണ്ണക്കടത്തിൽ മുസ്ലിം യുവാക്കളാണ് കൂടുതൽ എന്ന വാദത്തിൽ ജലീൽ ഉറച്ചു നിൽക്കുന്നു. എന്താണ് ജലീലിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ? ഏവർക്കും അറിയാം, ജലീൽ പഴയൊരു സിമി പ്രവർത്തകനാണ്. ഇന്ത്യയുടെ വിമോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സംഘടനയായിരുന്നു സിമി. പിന്നീട് മുസ്ലിം ലീഗിലൂടെ അദ്ദേഹം ഇടതുപക്ഷത്തെത്തി. നമുക്കൊപ്പം ജോൺ ചേട്ടനുണ്ട്. എന്ത് പറ്റി നമ്മുടെ KT ജലീലിന്? സാഹിത്യത്തിലെ ഒരു നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 2 എന്ന തരത്തിലുള്ള ഒരു ശക്തി ജലീലിന് ഉണ്ടായിരുന്നു. ഈ അവസാന ഒരു മാസമായി ഇടതുപക്ഷത്തിലെ ഒരു കൊട്ടാര വിപ്ലവം അട്ടിമറിയിലൂടെ നമ്മുടെ അൻവർ ഉയർത്തിവിട്ട കൊടുങ്കാറ്റ്, ഈ കൊടുങ്കാറ്റിന് സപ്പോർട്ടായിട്ട് തന്നെ ജലീലും കൂട്ടാളികളെല്ലാവരും ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ ജലീല് എപ്പോഴും ഒന്നാം സ്ഥാനം കരുതുന്ന ആളാണ്. ഇത്ര കാലം കഷ്ടപ്പെട്ട് നേടിയിടുന്ന ഒന്നാം സ്ഥാനം. ഒരു സുപ്രഭാതത്തിൽ അൻവർ അതിൻ്റെ നേതൃത്വ നിലയിലെത്തുകയും അൻവറിൻ്റെ കീഴെ ജലീൽ നിൽക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. ഈ അവസ്ഥയിൽ ജലീലിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ പിന്തുണയ്ക്കാനോ അൻവറിനെ പിന്തുണയ്ക്കാനോ സാധിക്കാത്തൊരു അവസ്ഥ വന്നു. ഇടതുപക്ഷത്തിൻ്റെ സാധ്യത ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ കുറവാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇടതുപക്ഷത്തിൽ നിന്ന് വിട്ടു പോരാൻ പറ്റാത്തൊരു സാഹചര്യം സംജാതമാവുകയും ചെയ്തു ജലീലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടണ്ട എന്നുള്ള ഒരു ചിന്തയുള്ളതുകൊണ്ട് പരമാവധി ഡാമേജ് അൻവറിനെ പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ ആരൊക്കെയോ അൻവറിന്റെ പക്ഷത്ത് ചേരുന്നു അവർക്കെല്ലാം നിശേഷം അൻവറായിട്ട് ബന്ധപ്പെടാതെ ഇരിക്കുന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ് ജലീല് ഇത്തരം ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. ചീഫ് മിനിസ്റ്ററും അതുപോലെ KT ജലീലും തമ്മിൽ ഈ കാര്യത്തിൽ താങ്കൾ എന്തെങ്കിലും മടക്കുന്നുണ്ടോ? ഇല്ല, ആ ഒരു സാധ്യത ഇതില് കാണുന്നില്ല. കാരണം ജലീലിന് എന്നും വ്യക്തമായിട്ട് ഗെയിം പ്ലാൻ ഉള്ള ഒരു വ്യക്തിയാണ്. ഏത് കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ സംസാര രീതിയിൽ ശ്രദ്ധിച്ചാൽ ആളുകളെ എന്താ പറയാ, പറയുന്നതൊന്ന്, ചിന്തിക്കുന്ന ഒന്ന്, പ്രവർത്തിക്കുന്ന ഒന്ന് എന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് കാലാകാലങ്ങൾ അദ്ദേഹം നടത്തി എടുക്കാറുള്ളത്. ഒരാഴ്ച മുൻവരെ അൻവറിനെ 100% പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു സംസാര ശൈലിയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് വന്നിരുന്നത്. പക്ഷെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ജലീലിന്റെ പ്രശ്നം. അവസാനം ഒരു വാക്തർക്കത്തിലേക്ക് വരെ പോയി. കാരണം അവസാനം അൻവർ പരസ്യമായിട്ട് പറഞ്ഞു നട്ടലില്ലാത്ത ആളുകളാണ് എന്ന് വരെ പറഞ്ഞു. അതിന്റെ അർത്ഥം ഇവർ തമ്മിലുള്ള 1ഉം 2ഉം സ്ഥാനത്തിന് വേണ്ടി ഒരു കിടമത്സരം ഉണ്ടായിരുന്നു സമുദായത്തിൽ. അതില് ജലീലിന് അവകാശപ്പെട്ട സ്ഥാനം അൻവർ തട്ടിയെടുത്തതിലുള്ള ഒരു അമർഷം, അസൂയ. അപ്പൊ എനിക്ക് കിട്ടാത്തത് നിങ്ങൾക്ക് ആർക്കും വേണ്ട, ഏത് വിധത്തിനേലും മൊത്തം നശിപ്പിക്കുക, ഈ ഒരു ഒറ്റ ലക്ഷ്യമാണ് ജലീലിന്റെ സംസാരത്തിലുള്ളതെന്ന് ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹം ഒരു തനി രാഷ്ട്രീയക്കാരനാണെങ്കിലും അതോടൊപ്പം അതിൻ്റെ മുകളിൽ ഒരു എന്താ പറയുക മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു നേച്ചറുള്ള പ്രകൃതിക്കാരനായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നു. കാരണം പാണക്കാട്ട് കുടുംബത്തിന് ഓപ്പോസിറ്റായിട്ട് നിന്നുകൊണ്ട് അവർക്കെതിരെയുള്ള മുഴുവൻ വിഭാഗങ്ങളുടെയും ശക്തി സമാഹരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൽ ഒരു എന്താ പറയുക ഒരു അപ്രമാദിത്യം ഉണ്ടായിരുന്നു ജലീൽ. ആ അപ്രമാദിത്വമാണ് ഈ ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ നഷ്ടമാവുന്നതോടുകൂടി ജലീലിന് നഷ്ടമാവുന്നത്. ആ ഒരൊറ്റ വിഷമമുണ്ട്. കാരണം അതിന് ജലീലിന്റെ കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റുന്നൊരു സന്ദർഭമാണെന്നത്. ജലീൽ കണക്ക് കൂട്ടിയത് പോലെയല്ല അൻവറിന്റെ നീക്കത്തിന്റെ അവസാനം സംഭവിച്ചത്. ഇത് തന്നെയാണ് അതിലൊരു മോഹഭംഗം എന്നൊക്കെ പറയില്ലേ. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സമൂഹത്തിലേക്ക് ഒരു വിഷമിക്കുന്നതിന് തുല്യമല്ലേ? ലക്ഷ്യം നേടാൻ ഏത് മാർഗം സ്വീകരിക്കുന്നതാണല്ലോ രാഷ്ട്രീയം. അപ്പോ നമുക്കൊരാളോട് വളർച്ചയിൽ അസൂയ തോന്നിയാൽ എന്ത് ചെയ്യും? ഇത് അങ്ങനെ തന്നെയാണ് ഇതിൽ നമ്മൾ കാണേണ്ട കാര്യമുള്ളൂ.
ന്യൂനപക്ഷ വോട്ടുകൾ CPM-ന് താൽക്കാലികമായിട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് ജലീല് തിരിച്ച് അറിഞ്ഞിട്ടുണ്ട്. ഈ സത്യം ജലീലിന് നല്ലതുപോലെ അറിയാം. അപ്പൊ എനിക്ക് എന്തായാലും ഇനി അത് കിട്ടാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സമർത്ഥമായി ഒരു സംഭാഷണം അദ്ദേഹം ഇറക്കിയിട്ടുള്ളത്. എന്തായിരിക്കും ജലീലിന്റെ ഭാവി രാഷ്ട്രീയം? ഇടതുപക്ഷത്തിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാധിക്കാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ജലീലെ അങ്ങനെ പുറത്തേക്ക് വിടാൻ അല്ലെങ്കിൽ ഇനി ജലീലിന് മത്സരിക്കാനൊക്കെ പറ്റില്ല. ജലീലിനെ ഒരിക്കലും അവഗണിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഓൾറെഡി ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുണ്ട്, പ്രത്യേകിച്ച് അൻവറിന്റെ ഈ യുദ്ധ പ്രഖ്യാപനത്തിൽ. അതുകൊണ്ട് ജലീലിനെ നല്ലൊരു കരുതല് ഉറപ്പായിട്ട് ഇടതുപക്ഷ മുന്നണിയിൽ കിട്ടും. വ്യക്തമായിട്ട് പ്ലാനും പദ്ധതിയോടുകൂടിയാണ് അദ്ദേഹം ഇടതുപക്ഷത്തിലേക്ക് വരുന്നത്. അതിന്റെ ബെനിഫിറ്റ് ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടുണ്ട്. ഒരു 10 വർഷമായിട്ട് അതിന്റെ ഗുണഫലം ഇടതുപക്ഷം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേ ജലീല് വഴി തന്നെ അന്ന് ഗുണമുണ്ടായ ജലീലിനെ കൊണ്ട് തന്നെ അത് ദോഷമായിട്ട് മാറാനും പോകുന്നു എന്ന് മാത്രം. അങ്ങനെയാണ് നമുക്കിതിൽ മനസ്സിലാവുള്ളത്. ഒരു വ്യക്തി ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഒരു വശത്ത് അല്ലെങ്കിൽ മറ്റൊരു അനുഭവിക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇതിൽ താൽക്കാലികമായി ജലീലിനെ കൊണ്ടുണ്ടായ ഒരു 10 വർഷത്തോളം നേട്ടം അത് തിരിച്ച് എന്താ പറയാ, നേട്ടത്തിന് മുന്നിൽ ഒരു കുറച്ച് നഷ്ടക്കച്ചവടത്തിലേക്ക് താൽക്കാലികമായിട്ട് പോവാം ഒരു സാധ്യതയുണ്ട്. ജോൺ സേട്ടാ, അതിതീവ്രമായ സംഘടനകളിൽ നിന്ന്, ഒരുപക്ഷെ നിരോധിത സംഘടനകളിൽ നിന്ന് മറ്റ് ജനാധിപത്യ കക്ഷികളിലേക്ക് കടന്നു വരുന്ന ഇതുപോലുള്ള നേതാക്കന്മാർ മറ്റുള്ള ജനാധിപത്യ സംഘടനകളിൽ നിൽക്കുമ്പോൾ അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ അവർ ഉള്ളിലുള്ള അല്ലെങ്കിൽ ആ നിരവധി സംഘടനകളിലൊക്കെ തീവ്ര സ്വഭാവം അതില്ലാതാകുമോ? നമ്മളൊരു 25 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂത്താണ്. 30-നൊക്കെ ശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തകൾ ഒരുപക്ഷെ ഉറയ്ക്കും. പിന്നീട് വ്യക്തമായിട്ട് ഗെയിം പ്ലാൻ, ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ വ്യക്തികളും അങ്ങനെ തന്നെയാണ്. 30 വയസ്സ് കഴിഞ്ഞ് അവർക്ക് വ്യക്തമായിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി അവർ ഏത് മാർഗം സ്വീകരിക്കുന്നു എന്ന് മാത്രം. അതിൽ ഒരുപക്ഷെ ജനാധിപത്യ സംഘടനകളായിട്ട് ബന്ധപ്പെടാം, ഒരുപക്ഷെ ഏകാധിപത്യ സംഘടനകളായിട്ട് ബന്ധപ്പെടാം. പല തരത്തിലുള്ള മാർഗം ഉപയോഗിച്ച് ഈ ലക്ഷ്യത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അത് കാലകാലങ്ങളിൽ നമ്മൾ ഏത് സംഘടനയിൽ നോക്കിയാൽ ഓരോ വ്യക്തികളെ നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്ലാൻ, പദ്ധതി അത് നടപ്പിലാക്കാൻ ഏതാണ് എളുപ്പവഴി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കുട്ടിക്കാലത്ത് നമ്മൾ ചേരുന്ന സംഘടന നമ്മുടെ മനസ്സിൽ ഉറച്ചു പോകുന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടില്ലേ സാർ? അതിനോട് എങ്ങനെയാണ്? ആ ചോദ്യമാണ് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നത്. അതിൽ നമ്മളൊരു ജലീലിന്റെ പറയുകയാണെങ്കിൽ ഒരു 30 വയസ്സിന് ശേഷമാണ് അദ്ദേഹം ഇടതുപക്ഷത്തിലേക്ക് എത്തുന്നത്. അല്ല, ശേഷം. അപ്പൊ അതിനർത്ഥം വ്യക്തമായിട്ട് പ്ലാനും പദ്ധതിയോടുകൂടിയാണ് അദ്ദേഹം ഇടതുപക്ഷത്തിലേക്ക് വരുന്നത്. അതിന്റെ ബെനിഫിറ്റ് ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടുണ്ട്. ഒരു 10 വർഷമായിട്ട് അതിന്റെ ഗുണഫലം ഇടതുപക്ഷം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേ ജലീല് വഴി തന്നെ അന്ന് ഗുണമുണ്ടായ ജലീലിനെ കൊണ്ട് തന്നെ അത് ദോഷമായിട്ട് മാറാനും പോകുന്നു എന്ന് മാത്രം. അങ്ങനെയാണ് നമുക്കിതിൽ മനസ്സിലാവുള്ളത്. ഒരു വ്യക്തി ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഒരു വശത്ത് അല്ലെങ്കിൽ മറ്റൊരു അനുഭവിക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇതിൽ താൽക്കാലികമായി ജലീലിനെ കൊണ്ടുണ്ടായ ഒരു 10 വർഷത്തോളം നേട്ടം അത് തിരിച്ച് എന്താ പറയാ, നേട്ടത്തിന് മുന്നിൽ ഒരു കുറച്ച് നഷ്ടക്കച്ചവടത്തിലേക്ക് താൽക്കാലികമായിട്ട് പോവാം ഒരു സാധ്യതയുണ്ട്. ഇടതുപക്ഷത്തിന് ചെറിയ ഒരു അതല്ലേ സാർ ഉദ്ദേശിക്കുന്നത്? അതെ, ഒരു താൽക്കാലികമായിട്ട് നഷ്ടം. എല്ലാ ആരോപണവും ഹിന്ദു സംഘടനകളുടെ ആരോപണമൊക്കെ നിൽക്കട്ടെ, ഈ പറയുന്ന ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അല്ല, ജലീൽ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം നമ്മൾ ഈ മതം പഠിച്ച ആളുകളും മതം പഠിക്കാത്ത ആളുകളും 2 തരം ഇതുകളാണ്. മതം പഠിച്ച ആളുകൾക്ക് അറിയാം എന്താണ് തെറ്റ്, എന്താണ് തെറ്റില്ലാത്തതെന്ന്. ജലീൽ മതം പഠിച്ചിട്ടുള്ള ആളാണ്. ജലീലിന് അറിയാം എന്താണ് തെറ്റ് ശരിയെന്ന്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജലീൽ ഇത് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അറിയാതെ അല്ല, അറിയാതെ പറയും. ഇപ്പോൾ അൻവറൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അറിയാതെ പറഞ്ഞു പോയതാണ്. പ്രൊഫസർ കൂടിയാണ്. അതെ, ജലീൽ അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ നമ്മള് ഉദാഹരണമായിട്ട് നമ്മള് സംസീർ ഇപ്പൊ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു പക്ഷെ അറിയാതെ പറഞ്ഞതായിരിക്കും. ഇത് അതല്ല, ഇത് അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്. കാരണം ജലീല് അറിയാതെ പറയില്ല. ഇന്ന് സാധാരണ ഇൻ്റർവ്യൂകളെക്കാളും കൂടുതൽ കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള ചോദ്യങ്ങളായിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ അതിനൊക്കെ വളരെ കൃത്യമായ ഉത്തരങ്ങളാണ് നമ്മുടെ ജോൺ സേട്ടൻ നൽകിയത്. താങ്ക് യു എവരിവൺ. താങ്ക് യു ജോൺ സേട്ടൻ.